ഗുഡ് മോർണിംഗ് ഓൾ. +1 മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. +1 മാത്തമാറ്റിക്സ് പബ്ലിക് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ചില ചാപ്റ്ററുകളുടെ കംപ്ലീറ്റ് റിവിഷനാണ് ഇത്തരം ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. +1 മാത്തമാറ്റിക്സ് ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്കും അതേപോലെ +1 പബ്ലിക് എക്സാം എഴുതുന്ന കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഇത്തരം ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെന്ന് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 10th ചാപ്റ്റർ സ്ട്രൈറ്റ് ലൈനാണ്. സ്ട്രൈറ്റ് ലൈനിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ആൻസർ എഴുതേണ്ട രൂപവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ട്രൈറ്റ് ലൈൻ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പാർട്ട് 1-ൽ ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ജനറൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വച്ച് നമുക്ക് ഏതൊക്കെ സാധ്യതകൾ ചോദ്യങ്ങളിലുണ്ട് എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സുകൾ എക്സാമിന് എങ്ങനെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും എന്നതിനെ ഉദ്ദേശിച്ചായതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള കൺസെപ്റ്റുകൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള പോലെ ഞാനിവിടെ വിശദീകരിക്കില്ല. മറിച്ച് എക്സാമിന് എങ്ങനെ അത് പഠിക്കണം അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും എന്ന രൂപത്തിലായിരിക്കും നമ്മുടെ ഡിസ്കഷൻ പോവുക. അപ്പോൾ പാർട്ട് 1-ൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാണ്. ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ ax + by + c = 0 ആണ് എന്ന്. എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഗിവൺ ബൈ ax + by + c = 0. a, b, c കോൺസ്റ്റന്റുകളാണ്. ഓക്കെ, ശ്രദ്ധിക്കൂ. സ്ട്രെയിറ്റ് ലൈൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈന് 2 സ്ട്രെയിറ്റ് ലൈനുകൾ വ്യത്യസ്തമാകുന്നത് തന്നെ അവയുടെ സ്ലോപ്പുകൾ കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ax + by + c = 0 കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് ax + by + c = 0 എന്ന് കരുതുക. ഇതിനൊരു പർട്ടിക്കുലർ ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, പിന്നീട് പറയാം. ഈ ലൈൻ ax + by + c = 0 ആണെന്ന് കരുതുക. ഇങ്ങനെ ഈ ലൈൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് അതിൻ്റെ സ്ലോപ്പ്? സ്ലോപ്പ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല -a/b ആണ്. -a/b. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആദ്യത്തെ അക്ഷരം മുകളിലും രണ്ടാമത്തെ അക്ഷരം ab, രണ്ടാമത്തെ അക്ഷരം താഴെയും എഴുതി അതിന് നെഗറ്റീവ് സൈൻ കൊടുത്താൽ സ്ലോപ്പ് കിട്ടി. സ്ലോപ്പ് =-a/b ആണ്. ഇനി സ്ലോപ്പ് മറ്റു രൂപങ്ങളിലും കണ്ടുപിടിക്കാം. അത് എന്താണ് സ്ലോപ്പ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. ഇതിനെ എക്സ് ആക്സിസ് എന്ന് പറയും. സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഇത് ഞാൻ തീറ്റ എന്ന് കൊടുത്തു. എക്സ് ആക്സിസ് സ്ട്രെയിറ്റ് ലൈനിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻക്ലിനേഷൻ എന്നാണ്. ഇൻക്ലിനേഷൻ. അപ്പോൾ ഇതാണ് ഇൻക്ലിനേഷൻ. ഈ ഇൻക്ലിനേഷന്റെ ടാൻജന്റിനും നമ്മൾ സ്ലോപ്പ് എന്ന് പറയും. അതും സ്ലോപ്പാണ്. അല്ലെങ്കിൽ -a/b ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് ടാൻ തീറ്റ കാണുമ്പോഴും കിട്ടുക. അപ്പോൾ സ്ലോപ്പ് കാണാനുള്ള രണ്ടാമത്തെ മാർഗം ടാൻ ഓഫ് ദി ഇൻക്ലിനേഷൻ ആണ്. ഇനിയും സ്ലോപ്പ് കാണാൻ മാർഗമുണ്ട്. ശ്രദ്ധിക്കൂ, ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പോയിന്റാണ് x1 y1, മറ്റൊരു പോയിന്റാണ് x2 y2. സ്ട്രെയിറ്റ് ലൈനിലെ 2 പോയിന്റ് ഞാൻ എടുത്തു. ഒന്ന് x1 y1, മറ്റൊന്ന് x2 y2. 2 പോയിന്റ് ലൈനിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല y2 - y1 / x2 - x1. ഈ 3 രൂപത്തിൽ ചെയ്താലും ഒരേ ആൻസർ ആണ് നമുക്ക് കിട്ടുക. ടാൻ തീറ്റയും -a/bയും y2 - y1 / x2 - x1 ഒക്കെ ഈക്വൽ ആണ്, എല്ലാം സെയിം ആണ്. ഓക്കെ, വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉപയോഗിക്കുമെന്ന് മാത്രം. ജനറൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാം, തീറ്റ തന്നു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഉപയോഗിക്കാം, 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തതും ഉപയോഗിക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ലൈനും എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ കാണാൻ ചോദിച്ചാൽ
ഈ തീറ്റ കണ്ടാൽ മതി, ടാൻ തീറ്റയിലെ തീറ്റ കണ്ടാൽ മതി, ഇൻക്ലിനേഷൻ കണ്ടാൽ മതി. മറ്റൊരു കാര്യം, എക്സ് ആക്സിന്റെ സ്ലോപ്പ് എന്താ വരിക? എക്സ് ആക്സിലെ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എക്സ് ആക്സിന്റെ സ്ലോപ്പ് 0 ആണ്. വൈ ആക്സിന്റെ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ്. കാരണം ടാൻ 90 ഡിഗ്രി എന്ന് വരും, അത് നോട്ട് ഡിഫൈൻഡാണ്. ഈ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ലൈൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ സ്ലോപ്പ് കാണാനുള്ള മാർഗം. ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കൂ. ഇവിടെയും ജനറൽ ഇക്വേഷൻ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഈക്വൽ 0 അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് മൊത്തം. ഓക്കെ, നോക്കൂ, ഒറിജിനിൽ നിന്ന് ഈ സ്ട്രൈറ്റ് ലൈൻ എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലുള്ള എക്സ് കോർഡിനേറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എക്സ് കോർഡിനേറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒറിജിൻ ഇങ്ങോട്ടുള്ള എക്സ് കോർഡിനേറ്റ് എത്രയാ? ഇവിടെ ഈ പോയിന്റ് 40 ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് ആരാണ്? 4 ആണ് അല്ലെ. ആ എക്സ് കോർഡിനേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് ഇന്റർസെപ്റ്റ്. എന്താ വിളിക്കുക? എക്സ് ഇന്റർസെപ്റ്റ്. ആ എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല -c/a ആണ്. -c/a. ചാർട്ടേഡ് അക്കൗണ്ടന്റ് സി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഓർത്തു വെച്ചാൽ മതി. -c/a. കോണിക് സെക്ഷനിൽ എക്സെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല c/a ആണ്. അതിന് നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതി. അങ്ങനെ ഓർത്തു വെക്കാം. ഓക്കെ, എക്സ് ഇന്റർസെപ്റ്റ് -c/a. ആരാ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് വെച്ചാൽ? എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലുള്ള എക്സ് കോർഡിനേറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ലൈന്, ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് -3 ആണ്. 3 അല്ല, -3 ആണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി വൈ ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള വൈ കോർഡിനേറ്റ്, ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 0, 4 ആണ് ആ പോയിന്റ് അല്ലേ. ആ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 4 ആണ്. ആ വൈ കോർഡിനേറ്റിനെയാണ് നമ്മൾ വൈ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുക. ആ ജനറൽ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല -c/b എന്നാണ്. -c/b. അപ്പം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എക്സ് ഇന്റർസെപ്റ്റ് ആശയം മനസ്സിലാക്കി പഠിക്കണം. എക്സാമിനാണെന്ന് കരുതി കാണാൻ പഠിച്ചാൽ എക്സാമിന് എഴുതാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് കാണാനുള്ള ഫോർമുല -c/a, വൈ ഇന്റർസെപ്റ്റ് കാണാനുള്ള ഫോർമുല -c/b, സ്ലോപ്പ് കാണാനുള്ള ഫോർമുല -a/b. മൂന്നിനും മൈനസ് ഉണ്ട്. പിന്നെ a/b, c/a, c/b കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം നോക്കൂ. സ്ട്രൈറ്റ് ലൈൻ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ 0 ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് മൊത്തം. നോക്കൂ, ഇവിടെ ഒറിജിനിൽ നിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒറിജിനിൽ നിന്ന് ഈ സ്ട്രൈറ്റ് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലാർ, നമ്മൾ അതിനെ പി എന്നാണ് പേര് വിളിക്കാറുള്ളത്. ഒറിജിന് ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലാറിന് നമ്മൾ പി എന്നാണ് പേര് വിളിക്കുക. ഈ പി കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇവിടെ ഞാൻ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ 0 എന്നുള്ളതിന് പകരം എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു -c എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ പി കണ്ടുപിടിക്കേണ്ട കേസിൽ, ഈ ഒരു കേസിൽ, ഈ ഒരു സ്ക്രീനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കേസിൽ ആദ്യം നിങ്ങൾ സ്ട്രൈറ്റ് ലൈന് എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എന്നുള്ള രൂപത്തിൽ എഴുതണം. കോൺസ്റ്റന്റിനെ റൈറ്റ് സൈഡിൽ എഴുതണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ റൈറ്റ് സൈഡിൽ എഴുതുന്ന കോൺസ്റ്റന്റ് പോസിറ്റീവ് ആയിരിക്കണം. ഞാനിവിടെ -c എന്ന് എഴുതിയത് കൊണ്ട് ഇത് നെഗറ്റീവ് എന്ന് അർത്ഥമില്ല. കാരണം സി നെഗറ്റീവ് ആണെങ്കിൽ -c പോസിറ്റീവാണ്. അപ്പോൾ ചുരുക്കത്തിൽ കോൺസ്റ്റന്റ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ശേഷം അതിനെ പോസിറ്റീവ് ആക്കുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു കേസിൽ ഒറിജിന് ആ പോയിന്റ്, ആ ലൈനിലേക്കുള്ള ഒറിജിന് സ്ട്രൈറ്റ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല +(c/√(a²+b²+c²) എന്നാണ്. c/√(a²+b²+c²). ഈ +or- ഞാൻ കൊടുക്കാൻ കാരണം സി പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാ. ഡിസ്റ്റൻസ് അല്ലേ പറഞ്ഞത്? ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആകണമല്ലോ. ഒരു എക്സാമ്പിൾ, ഇവിടെ ഉള്ള നമ്പർ +5 ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ -5 ആവും. അപ്പൊ നിങ്ങൾ -5 എഴുതാൻ പറ്റില്ല. പിന്നെ എന്താ എഴുതേണ്ടത്? മൈനസിന് ഒരു മൈനസ് കൂടെ കൊടുത്ത് പ്ലസ് ആക്കണം. അതായത് +5 എന്ന് ഇവിടെ കിട്ടണം. മനസ്സിലായല്ലോ? അതിനാണ് ഈ +or-. +or- നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. സിയെ പോസിറ്റീവ് ആക്കാനാണ് +or- കൊടുത്തത്. ഇനി ഈ പെർപെൻഡിക്കുലാർ എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. കണ്ടോ നിങ്ങൾ? പെർപെൻഡിക്കുലാർ എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഇത് നമ്മൾ ഒമേഗ എന്നാണ് വിളിക്കാറുള്ളത്. ഒമേഗ. ഈ ഒമേഗ കണ്ടുപിടിക്കാനുള്ള മാർഗം, ഒമേഗ നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം രണ്ട് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ആണ്. ഒന്ന്, കോസൊമേഗ ഈക്വൽ ടു +or-a/√(a²+b²) ആൻഡ് സൈനൊമേഗ ഈക്വൽ ടു +or-b/√(a²+b²+a²+b²). ഓക്കെ, ഇവിടെയും ഈ +or- കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഈ +or- ഉദ്ദേശം ഈ സിയെ പോസിറ്റീവ് ആക്കലാണ്. സിയെ പോസിറ്റീവ് ആക്കാൻ പ്ലസ് ചില സമയങ്ങളിൽ നെഗറ്റീവ് കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ +or- കൊടുത്തിട്ടുള്ളത്. പിന്നെ കോസൊമേഗ ആണെങ്കിൽ മുകളിൽ എ ആണ്, സൈനൊമേഗ ആണെങ്കിൽ മുകളിൽ ബി ആണ്. നോക്കൂ, എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ √(a²+b²) ആണ്. ഡിസ്റ്റൻസ് ആണെങ്കിൽ മുകളിൽ സി, കോസൊമേഗക്ക് എ, സൈനൊമേഗക്ക് ബി. കാര്യങ്ങൾ ഓർത്തു വെക്കുക, മനസ്സിലാക്കുക. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന പ്രോബ്ലംസ് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം ശ്രദ്ധിക്കൂ.
ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് സൈന് ആരെ ഡിപ്പെൻഡ് ചെയ്യും, സിയുടെ സൈന് ഡിപ്പെൻഡ് ചെയ്യും, അതായത് സിയെ പോസിറ്റീവ് ആക്കണം എന്നാണ് എഴുതിയത്. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം നോക്കൂ, ശ്രദ്ധിക്കുക എല്ലാവരും. സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്തു, ആ പോയിന്റ് x1 y1. പോയിന്റിൽ നിന്ന് ലൈനിലേക്ക് ഒരു ദൂരം ഉണ്ടാവും അല്ലേ, പോയിന്റിൽ നിന്ന് ലൈനിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് അടുത്തത്. ഡിസ്റ്റൻസ് ഫ്രം x1 y1, x1 y1 നിന്ന് സ്ട്രൈറ്റ് ലൈനിലേക്കുള്ള ദൂരം s + by + c = 0 ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്നറിയോ? എക്സിന് പകരം x1, വൈക്ക് പകരം y1 എന്ന് കൊടുക്കുക. അപ്പം എന്താ വരിക? x1 + by1 + c, അവിടെ നിർത്തുക, ഡിവൈഡ് ബൈ താഴെ നേരത്തെ എഴുതിയ പോലെ √(a² + b² എഴുതാം. ഓക്കെ, x1 + by1 + c ഡിവൈഡ് ബൈ √(a² + b². ഇതാണ് x1 y1 എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല. ഓർത്ത് വെക്കണേ. ശരി, ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കൂ. ഈ പോയിന്റ് ഒറിജിൻ ആണെങ്കിലോ, ഈ പോയിന്റ് ഒറിജിൻ, അതായത് ഈ പോയിന്റ് ആണെന്ന് കരുതാം. ഒറിജിൻ ആകുമ്പോൾ അതിന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം, 0 0 0 0. അപ്പൊ x1 0 ആണ്, y1 0 ആണ്. അപ്പൊ പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? c/√(a² + b² ബാക്കി ഉണ്ടാവും. അതാണ് ഒറിജിൻ, ആ ലൈനിലേക്കുള്ള ദൂരം. അതല്ലേ നമ്മൾ നേരത്തെ പി എന്ന് പറഞ്ഞത്? പി കാണാനുള്ള ഫോർമുല c/√(a² + b² ആയിരുന്നില്ലേ? അത് തന്നെയാണ് ഇവിടെയും കിട്ടിയത്. അവിടെ +or- ഉണ്ടായിരുന്നു. അതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, സി പോസിറ്റീവ് ആക്കാൻ. ഇവിടെയും സി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? പോസിറ്റീവ് കൊടുത്തിരിക്കണം. ശരി, c/√(a² + b² + b². ശരി, അഞ്ചാമത്തെ പോയിന്റ് പറയാം. ഓരോന്നും നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇത് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ഞാൻ വരച്ചു. ഓക്കെ, കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ രണ്ട് ലൈനുകൾ പാരലൽ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ലൈൻ പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് പാരലൽ ലൈൻ, ഈ ലൈൻ x + by + c = 0 എന്നുള്ള ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ കിട്ടാൻ വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ കോൺസ്റ്റന്റ് മാറ്റി കൊടുക്കുക. കോൺസ്റ്റന്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെ വരും? x + by + d = 0. സി മാറിയിട്ട് d = 0. ആ ചേഞ്ച് കാണാൻ ഞാൻ റെഡ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലൈന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പാരലൽ ആയിട്ടുള്ള ലൈന് കിട്ടാൻ കോൺസ്റ്റന്റ് ടേം മാറ്റിയാൽ മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. x + by + d = 0. ശ്രദ്ധിക്കൂ, കോൺസ്റ്റന്റ് ടേമല്ലേ മാറ്റിയിട്ടുള്ളൂ, എയും ബിയും മാറ്റിയിട്ടില്ലല്ലോ. എയും ബിയും മാറ്റാത്തത് കൊണ്ട് എയും ബിയും ഉൾക്കൊള്ളുന്നത് സ്ട്രൈറ്റ് ലൈൻ്റെ എന്താ? സ്ലോപ്പ് ആണല്ലേ. എന്താ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല? -a/b. അവിടെ എയും ബിയും രണ്ടിലും മാറിയിട്ടില്ല, അതുകൊണ്ട് ഇവിടെ സ്ലോപ്പുകൾ ഈക്വൽ ആണ്. ഇതിന്റെ സ്ലോപ്പ് -a/b, ഇതിന്റെ സ്ലോപ്പ് -a/b. രണ്ട് ലൈനിന്റെ സ്ലോപ്പ് ഈക്വൽ ആണ്. എന്താ അർത്ഥം? രണ്ട് ലൈനുകൾ പാരലൽ ആണെങ്കിൽ അവയുടെ സ്ലോപ്പ് സെയിം ആയിരിക്കും. ഓക്കെ, when two lines are parallel their slopes are equal. മനസ്സിലായല്ലോ? ഇനി ഒരു കാര്യം കൂടെ, രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ അവ തമ്മിൽ ഒരു ദൂരം ഉണ്ടാവും. ഓക്കെ, അവ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽസ് കാണാനുള്ള ഫോർമുല. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ രണ്ട് ലൈനും ആദ്യം എഴുതണം. x + by + c = 0, x + by + d = 0 എന്ന് എഴുതണം. എന്തിനാ? എയും ബിയും ഈക്വൽ ആയിട്ട് തന്നെ വരണം, എങ്കിലേ അവ പാരലൽ ആവും. പാരലൽ ആണെങ്കിൽ തീർച്ചയായിട്ടും എയും ബിയും ഈക്വൽ ആക്കി നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, അങ്ങനെ ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കാനുള്ള ഫോർമുല mod c - d ഡിവൈഡ് ബൈ √(a² + b² ആണ്. mod c - d ഡിവൈഡ് ബൈ √(a² + b². ശ്രദ്ധിക്കണം മക്കള്, രണ്ട് പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ, പാരലൽ ലൈനുകൾ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഒരു ലൈനിന്റെ ഇക്വേഷൻ നിന്ന് ദി ഇക്വേഷൻ ഓഫ് എ പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം മാറ്റുക, രണ്ട് ലൈനുകൾ പാരലൽ ലൈനുകൾ തമ്മിലുള്ള ബന്ധമായിട്ട് സ്ലോപ്പ് ഈക്വൽ ആണ് എന്ന് മനസ്സിലാക്കുക. പാരലൽ ലൈനുകളാണെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ ചോദിക്കും. അപ്പോൾ ആ ലൈനുകളെ x + by + c = 0 എന്നും s + by + d = 0 എന്നുള്ള രൂപത്തിൽ എഴുതുക. എന്നാൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം സെയിം ആയിരിക്കണം, കോൺസ്റ്റന്റ് ടേം മാത്രമേ വ്യത്യാസം ഉണ്ടാകാൻ പാടുള്ളൂ. അന്നേരം അവ തമ്മിലുള്ള ദൂരം കാണാനുള്ള ഫോർമുല mod c - d ഡിവൈഡ് ബൈ √(a² + b². അപ്പൊ സംശയം ഉണ്ടാവും, പാരലൽ അല്ലെങ്കിൽ എന്താ ഡിസ്റ്റൻസ് എന്നല്ലേ? പാരലൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ചോദിക്കൂല. ഓക്കെ, പാരലൽ അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യും. ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0 ആകും, അതുകൊണ്ട് അത് ചോദിക്കില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ശരി, ആറാമത്തെ കാര്യത്തിലേക്ക് പോകാം. നല്ലോണം ശ്രദ്ധിക്കണം. പാരലൽ നേരത്തെ പറഞ്ഞു അല്ലേ, എങ്കിൽ നമുക്ക് ഇവിടെ പെർപെൻഡിക്കുലർ പറയാം. ഈ രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ ലൈൻ്റെ പെർപെൻഡിക്കുലർ ലൈൻ്റെ ഇക്വേഷൻ എന്ത് വരും? x + by + c = 0. പാരലൽ ലൈൻ ആണെങ്കിൽ സി മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താ ഇക്വേഷൻ വരിക എന്നറിയോ? സി മാറ്റണം. സി മാറ്റാതിരിക്കാം, മാറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മാറ്റാതിരിക്കാം. സിക്ക് മാറ്റം വരാമെന്ന് ചുരുക്കം. പിന്നെ എയും ബിയും ഇന്റർചേഞ്ച് ചെയ്യണം. ബി ഇങ്ങോട്ട്, എ ഇങ്ങോട്ട്, നടുവിലുള്ള ചിഹ്നം പ്ലസ് അല്ലേ, അത് മാറ്റിയിട്ട് മൈനസ് ആക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. bx - ay + d = 0. bx - ay + d = 0. എയും ബിയും ഇന്റർചേഞ്ച് ചെയ്യുന്നു.
ഇടയ്ക്കുള്ള സൈന് മാറ്റുന്നു, കോൺസ്റ്റന്റ് ടേം മാറ്റുന്നു. അപ്പോൾ അതാണ് പെർപെൻഡിക്കുലർ ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടത്, രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ സ്ലോപ്പ് 7 ആണെന്ന് വിചാരിക്കാം. 7 അല്ല, നമ്മളെന്താ ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പിന്നീട് കാണുന്നുണ്ട്. ഓക്കെ, ഈ ലൈനിന്റെ സ്ലോപ്പ് 7 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്താ? റെസിപ്രോക്കലിന്റെ നെഗറ്റീവ്. ആരാ റെസിപ്രോക്കൽ? 1/7. അതിന്റെ നെഗറ്റീവ് 1/7. ഓക്കെ, ഈ ലൈനിന്റെ സ്ലോപ്പ് 3/2 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്താ വരിക? 2/3യുടെ നെഗറ്റീവ് 2/3. രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടണം, അല്ലെങ്കിൽ നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് എന്ന് പറയും. കാര്യങ്ങൾ മനസ്സിലായില്ലേ? m1 m2 = -1. ശരി, അടുത്തൊരു പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ഒരു സ്ട്രൈറ്റ് ലൈൻ തന്നിട്ടുണ്ട് അല്ലേ? ഒരു സ്ട്രൈറ്റ് ലൈൻ തന്നിട്ടുണ്ട്. സ്ട്രൈറ്റ് ലൈനിന്റെ പേര് ax + by + c = 0. ഇവിടെ രണ്ട് ലൈനുകളുണ്ട്. ഈ രണ്ട് ലൈനുകൾക്ക് ഇടയിലുള്ള ആംഗിൾ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇതും ആംഗിളാണ്, ഇതും ആംഗിളാണ്. നമ്മൾ ചെറുതിനെയാണ് നമ്മൾ പെട്ടെന്ന് ആംഗിളായിട്ട് പറയുക. ഇതും ആംഗിളാണെന്ന് കുഴപ്പമൊന്നുമില്ല, അതും ആംഗിളായിട്ട് പറയാം. പക്ഷെ നമ്മുടെ ഫോർമുലയിൽ സാധാരണ ഇതാണ് ഉണ്ടാവുക. ഞാൻ വിശദീകരിക്കാം. ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിളാണിത്. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ അറിയേണ്ടതെന്നറിയോ? രണ്ട് ലൈൻ്റെയും സ്ലോപ്പാ. ഒന്നാമത്തെ ലൈൻ്റെ സ്ലോപ്പിന് m1 എന്ന് കൊടുത്തു, സെക്കൻഡ് ലൈൻ്റെ സ്ലോപ്പിന് m2 എന്ന് കൊടുത്തു. m1 ഉം m2 അറിഞ്ഞാൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാം. നല്ലോണം ശ്രദ്ധിക്കണം. രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ കാണാൻ നമ്മൾ ആകെ അറിയേണ്ടത് ആ രണ്ട് ലൈനുകളുടെയും സ്ലോപ്പ് മാത്രം. എന്താ ഫോർമുല എന്നറിയോ? tan θ = mod m2 - m1/1 + m1 m2. നോക്കൂ, ഫോർമുലയിൽ ആര് മാത്രമേ ഉള്ളൂ? m1 ഉം m2 മാത്രം. സ്ലോപ്പുകൾ അറിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഈ മോഡ് കൊടുത്തത് എന്തിനാണെന്നറിയോ? പോസിറ്റീവ് ആക്കാനാ. പോസിറ്റീവ് ആക്കിയാൽ ഇതേപോലെ അക്യൂട്ട് ആംഗിളാ കിട്ടുക. നിങ്ങൾ മോഡ് കൊടുത്തില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അക്യൂട്ട് ആംഗിൾ തന്നെ ആയിരിക്കും. കിട്ടിയ ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒബ്റ്റ്യൂസ് ആംഗിൾ 90 ഡിഗ്രിയിൽ കൂടുതലല്ല ഈ ആംഗിളാ കിട്ടുക. ഒരാൾ മോഡ് കൊടുക്കാതെ ചെയ്താൽ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ കിട്ടും എന്നർത്ഥം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മോഡ് കൊടുത്ത് ചെറിയ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, എല്ലാവർക്കും ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ശരിക്കും മനസ്സിലാക്കണേ. ഇനി അഥവാ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ, അറിയില്ലെങ്കിൽ, ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതുവരെ പഠിപ്പിച്ചതൊക്കെ ഒന്ന് പഠിക്കുക. എന്നിട്ട് പ്രോബ്ലംസിലേക്ക് വാ. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പഠിച്ചതിന് ശേഷം പ്രോബ്ലംസിലേക്ക് വന്നാൽ മതി. അതൊന്ന് ഇരുന്ന് പഠിക്കുക, വീഡിയോ പോസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് പ്രോബ്ലത്തിലേക്ക് വന്നാൽ മതി. ശ്രദ്ധിക്കൂ, ഒന്നാമത്തെ ഇക്വേഷൻ ഇതാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ, x + y - 4 = 0. ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? സ്ലോപ്പ് കാണാനുള്ള ഫോർമുല പെട്ടെന്ന് പറയൂ. -a/b അല്ലേ? -a/b റീപ്ലേസ് ചെയ്യുക. -a/b റീപ്ലേസ് ചെയ്തു. -a 1 ആണ്, b 1 ആണ്. അപ്പോൾ ആൻസർ -1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻക്ലിനേഷൻ എന്താണ്? ഇൻക്ലിനേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? തീറ്റ അല്ലേ? ഇൻക്ലിനേഷൻ തീറ്റയാണ്. അപ്പം സ്ലോപ്പ് -1 ആണല്ലോ. സ്ലോപ്പ് -1 ആയതുകൊണ്ട് tan θ -1 ആണെന്ന് കിട്ടി. സ്ലോപ്പ് tan θ ആണെന്ന് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, tan θ -1 ആണെങ്കിൽ തീറ്റ എന്താ വരിക? tan θ 1 ആണെങ്കിൽ തീറ്റ ആരാ? π/4 ആണ്. -1 ആകുമ്പോൾ സെക്കൻഡ് ക്വാർട്ടറിലായിരിക്കും അല്ലേ? സെക്കൻഡ് ക്വാർട്ടറിൽ ആംഗിൾ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പലവട്ടം പറഞ്ഞ കാര്യമാണ്. π - θ കണ്ടാൽ മതി. π - θ. ഓക്കെ, അപ്പോൾ π - θ കാണുന്ന സമയത്ത് സെക്കൻഡ് ക്വാർട്ടറിൽ ആംഗിൾ കിട്ടും. അപ്പോൾ തീറ്റ കിട്ടാൻ വേണ്ടി tan θ 1 ആണെങ്കിൽ തീറ്റ π/4 ആണ്. ഇവിടെ -1 ആയതുകൊണ്ട് തീറ്റ = π - π/4, അതായത് 3π/4 എന്ന ആൻസർ കിട്ടും. ഒരു π/4 45 ഡിഗ്രി അല്ലേ? 2 π/4 90 ഡിഗ്രി, 3 π/4 135 ഡിഗ്രിയാണ് ഇൻക്ലിനേഷൻ. 135 ഡിഗ്രി. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇൻക്ലിനേഷൻ എപ്പോഴും 0ക്കും 180 ഡിഗ്രിക്ക് കിടക്കേണ്ടാവുള്ളൂ. ഇൻക്ലിനേഷൻ ഇസ് എൻ ആംഗിൾ ഇൻ ബിറ്റ്വീൻ 0 and 180 ഡിഗ്രി. 0 മുതൽ 180 ഡിഗ്രി വരെ മാത്രമേ വരുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് എക്സ് ആക്സിസ്. അത് നിങ്ങൾ പെട്ടെന്ന് പറയും. എന്താ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് എക്സ് ആക്സിസ്? ലൈനും എക്സ് ആക്സിസും നമ്മളുടെ ആംഗിൾ എന്താ? അതിനല്ലേ നമ്മൾ ഇൻക്ലിനേഷൻ എന്ന് പറയാം. അതിന് പ്രത്യേകം ഒന്നും പഠിക്കണ്ട, ഇൻക്ലിനേഷൻ കണ്ടാൽ മതി. ഇൻക്ലിനേഷൻ 135 ഡിഗ്രി. അപ്പോൾ സ്ലോപ്പ് കണ്ടിട്ട് ഒരുപക്ഷെ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് എക്സ് ആക്സിസ് എന്നായിരിക്കും. അപ്പോൾ ഇൻക്ലിനേഷൻ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും എന്താണ്? ആരാ എക്സ് ഇന്റർസെപ്റ്റ് കാണാനുള്ള ഫോർമുല? c/a -c/a റീപ്ലേസ് ചെയ്തു. ആദ്യം മൈനസ് ഇട്ടു, c -4/1. ഓക്കെ, കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒരു ചിഹ്നം മാറിക്കഴിഞ്ഞാൽ ഇന്റർസെപ്റ്റ് ഒക്കെ മാറും. അതേപോലെ വൈ ഇന്റർസെപ്റ്റും അങ്ങനെ തന്നെ -c/b. അപ്പോഴും ആൻസർ 4 തന്നെയാണ് കിട്ടുക. ഒരു ചോദ്യം, അതിൻ്റെ വ്യത്യസ്ത വിശദീകരണങ്ങളും മനസ്സിലായല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഗ്രാഫ് നോക്കാം. ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയൊന്നുമല്ല, പക്ഷേ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഗ്രാഫൊക്കെ തന്നെ ചോദിച്ചേക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ. രണ്ട്, എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കിയാലേ കൃത്യമായിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ശരി. ഈ നമ്മൾ ആദ്യം കണ്ടത് സ്ലോപ്പാണ്. -1 ആണ് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് മനസ്സിലായി.
ഓക്കെ. ഇനി അടുത്ത കാര്യം, ഇൻക്ലിനേഷൻ എന്ന് വെച്ചാൽ എന്താ, 135 ഡിഗ്രി കിട്ടിയത് എന്താണെന്ന് അറിയോ? ഈ ലൈൻ്റെ ഇക്വേഷൻ ആണ് എസ് പ്ലസ് വൈ മൈനസ് 4 = 0. നമ്മൾ ഇത് നേരത്തെ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി = 0 എന്ന് എഴുതിയ ലൈനാണിത്. അതിന്റെ ഇക്വേഷൻ, ശരിയായ ഇക്വേഷൻ എസ് പ്ലസ് വൈ മൈനസ് 4 = 0 ആണ്. ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. അടുത്ത ക്ലാസ് ഇക്വേഷനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ക്ലാസ് ആണ്. ഓക്കെ, ശരി, ശ്രദ്ധിക്കൂ. അപ്പോൾ ഈ ഒരു ആംഗിള് ആണ് ഇൻക്ലിനേഷൻ. എത്ര നമ്മൾ പറഞ്ഞത്? 135 ഡിഗ്രി. അപ്പൊ നേരത്തെ 135 ഡിഗ്രി കിട്ടിയിട്ടുള്ളത് ഈ ആംഗിളാണ്. പിന്നെ 4 കിട്ടിയല്ലോ, അത് എക്സ് ഇന്റർസെപ്റ്റാ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ് ഇന്റർസെപ്റ്റ് ആണ് 4 കിട്ടിയത്, വൈ ഇന്റർസെപ്റ്റ് ആണ് മറ്റൊരു 4 കിട്ടിയത്. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. എക്സ് ആക്സും ലൈനും നമ്മൾ ആംഗിൾ 135 ഡിഗ്രിയാണെന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ കൃത്യമായിട്ട് ബോധിക്കാൻ വേണ്ടി ഈ ചിത്രം വരച്ചു എന്ന് മാത്രം. ശരി, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ലൈന് ഞാൻ മാറ്റുന്നില്ല, കുറച്ച് സമയത്തേക്ക് ഒരേ ലൈന് വെച്ച് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയാണ്. നോക്കൂ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ ഫ്രം ദി ഒറിജിൻ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല? എക്സ് പ്ലസ് വൈ മൈനസ് 4 = 0ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണണം. പിന്നെ ആ പെർപെൻഡിക്കുലർ എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും കാണണം. ആ ഒരു കേസ് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. കോൺസ്റ്റന്റ് ടേമിനെ വലത് സൈഡിലേക്ക് എഴുതണം, അത് മറക്കരുത്. കോൺസ്റ്റന്റ് ടേമിനെ വലത് സൈഡിലേക്ക് എഴുതണം. ഈ ഒരു ഹെഡിങ്ങിലാണ് നമ്മൾ വിശദീകരിച്ചത് അല്ലേ? നോക്കൂ, കോൺസ്റ്റന്റ് ടേം ഞാൻ വലത് സൈഡിലേക്ക് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഒറിജിൻ എന്നുള്ള ദൂരം, ഇതാണ് ആംഗിൾ. ഈ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫോർമുല എന്താ? +or - c / √(a² + b² ആണ്. അത് ഇവിടെ എങ്ങനെ വരും നോക്കാം. ശ്രദ്ധിക്കൂ, ഇതാണ് നമ്മുടെ ലൈൻ. ഞാൻ കോൺസ്റ്റന്റ് ടേമിനെ വലത് ഭാഗത്തേക്ക് എഴുതി. 4നെ -4 വലത് ഭാഗത്തേക്ക് പോയപ്പോൾ 4 ആയി. 4 പോസിറ്റീവ് അല്ലേ? അപ്പൊ ഇനി മൈനസും +or - ഒന്നും വേണ്ട. ഇതിനെ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാനാണ് നമ്മൾ +or - കൊടുത്തത്. ഇത് ഓൾറെഡി പോസിറ്റീവ് ആണ്. അപ്പൊ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി നമുക്ക് ആ ഫോർമുല അങ്ങ് എഴുതി വെക്കാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല +or - ഒഴിവാക്കി c / √(a² + b². എന്തിനാ +or - മനസ്സിലായോ? അഥവാ ഇവിടെ -4 ആണെങ്കിൽ ഒരു മൈനസ് കൊടുത്ത് പ്ലസ് ആക്കാനാണ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണല്ലോ, ആ ഒരു അർത്ഥത്തിൽ. ഓക്കെ, ഇപ്പൊ c 4 ആണല്ലോ. 4 / √(1² + 1². That is 4 / √(1² + 1² equal 4 / √2. 2 × 2 / √2 ആണ്. അപ്പൊ 2√2 എന്ന് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും. അപ്പോൾ ഒറിജിനൽ ദൂരം കിട്ടിയല്ലോ. അടുത്തത് എന്താ? ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എക്സ് ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് പെർപെൻഡിക്കുലർ ഉണ്ടാക്കുന്ന ആംഗിൾ. അതിന് നമുക്ക് 2 പേരുണ്ട്, ഒന്ന് cos ω മറ്റൊന്ന് sin ω അല്ലേ? cos ω ആണുള്ള ഫോർമുല യെസ് a / √(a² + b² അല്ലെ? +or - ഒഴിവാക്കാനുള്ള കാരണം ഇത് പോസിറ്റീവ് ആക്കിയില്ലേ. ഇനി +or - ഒന്നും വേണ്ട. a / √(a² + b². a ആരാ? 1 / √(1² + 1² equal 1 / √2. sin ω ആരാ? sin ω equal b / √(a² + b² equal 1 / √2. അപ്പൊ cos ω-യും sin ω-യും കണ്ടു. അപ്പൊ ω ആരാ? cos ω പോസിറ്റീവ് ആണ്, sin ω പോസിറ്റീവാ. കോസും സൈനും എവിടാ പോസിറ്റീവ് ആകുക? കോസും സൈനും പോസിറ്റീവ് ആയാൽ ഫസ്റ്റ് ക്വാഡ്രന്റിലല്ലേ? കോസും പോസിറ്റീവ് സൈനും പോസിറ്റീവ്, ഓൾ പോസിറ്റീവ് ആയാലും ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിളാന്ന് മനസ്സിലായി. ആരാ ആംഗിള്? sin ω 1 / √2 ആകുന്ന ആംഗിൾ ആരാ? 45 ഡിഗ്രി അല്ലെ? ω = π/4 അല്ലെങ്കിൽ 45 ഡിഗ്രി. ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, cos ω 1 / √2 എന്ന് പറഞ്ഞാൽ തന്നെ ω 45 ഡിഗ്രി കിട്ടുമല്ലോ, പിന്നെ എന്തിനാ sin ω കാണുന്നതെന്ന്. കിട്ടില്ല. cos ω 1 / √2 ആകുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആകാം, അല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ് ആകാം. ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, cos ω 1 / √2 ആണെങ്കിൽ ഫസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഫോർത്ത് ആകാം. ഈ sin ω ആണെങ്കിലോ, sin ω 1 / √2 ആണെങ്കിൽ ഫസ്റ്റ് ആകാം, സെക്കൻഡ് ആകാം. അപ്പൊ നമുക്ക് അങ്ങനെ ആകാൻ പറ്റില്ല, ഒറ്റ സ്ഥലത്തേ ആകാൻ പറ്റൂ. അപ്പൊ കോസും സൈനും കൂടെ നോക്കിയിട്ട്, അതിന്റെ 2ന്റെ സൈനും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഒമേഗയെ തീരുമാനിക്കേണ്ടത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ. ശരി, ഇവിടെ കോസ് പോസിറ്റീവ് ആണ്, സൈന് നെഗറ്റീവ് ആണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഫോർത്ത് ക്വാർട്ടർ ആണെന്ന് മനസ്സിലാക്കണം. കോസ് നെഗറ്റീവ് ആണ്, സൈന് പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ക്വാർട്ടർ ആണെന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ച് ഒമേഗയെ നമ്മൾ സെലക്ട് ചെയ്യണം. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നമുക്കൊരു ചിത്രം ഒന്ന് കാണാം. ശ്രദ്ധിക്കൂ, ഇതാണ് നേരത്തെ അതേ ലൈൻ തന്നെയാണ്. ഇതാണ് s + y - 4 = 0. ഈ ഒരു ദൂരമാണ് നമുക്ക് എന്ത് കിട്ടിയത്? 2√2 എന്ന് കിട്ടിയത്. ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചിത്രമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിത്രം ഞാൻ കാണിച്ചത് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകാൻ വേണ്ടിയാണ്. ശരി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. x + y - 4 = 0 സെയിം ലൈൻ തന്നെയാണ്. ആ ലൈനിലേക്ക് 36 എന്നുള്ള ദൂരം എന്താണ്? പിന്നെ 2 ലൈനുകൾ തമ്മിലുള്ള ദൂരം എന്താ? 2 ചോദ്യം. വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് അതൊക്കെ. ശരി, ഈ ഒരു കൺസെപ്റ്റാണ് ആദ്യത്തെ പ്രോബ്ലത്തിൽ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഇത് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. പോയിന്റ് നിന്ന് ലൈനിലേക്കുള്ള ദൂരം കാണാനുള്ള ഫോർമുല എന്താ? x1 + by1 + c / √(a² + b² എന്ന് പറഞ്ഞാൽ xyക്ക് പകരം തന്നിട്ടുള്ള പോയിന്റ് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ 36 എന്നുള്ള ദൂരം നമുക്ക് വേണ്ടത്. ഫോർമുല ആദ്യം എഴുതുക. എപ്പോഴും ഫോർമുല എഴുതാൻ ഒരു അവസരം കിട്ടിയാൽ എഴുതണം.
എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർമുല എഴുതാൻ അവസരം കിട്ടിയാൽ എഴുതണം. കാരണം എന്താ, ബാക്കി എല്ലാം തെറ്റിയാലും ഫോർമുല തെറ്റിയില്ലല്ലോ, നമ്മൾ പഠിച്ചു വെച്ചതല്ലേ. അതുകൊണ്ട് എപ്പോഴും ഫോർമുല ഉണ്ടെങ്കിൽ അത് എഴുതണം, അത് നിർബന്ധമാണ്. ഓക്കെ, x1 + by1 + c ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a² + b² അല്ലേ. എക്സിന് പകരം 3 എന്നും കൊടുത്തു, വൈക്ക് പകരം 6 എന്നും കൊടുക്കുക ഈക്വേഷനിൽ. അപ്പോൾ 3 + 6 - 4 അതാണ് ന്യൂമറേറ്റർ വരിക. താഴെ റൂട്ട് ഓഫ് ഇതാണ് എ, ഇതാണ് ബി, a1 b1. ഓക്കെ, റൂട്ട് ഓഫ് a² + b² റീപ്ലേസ് ചെയ്തു. ഇതാ ഈ ഇക്വേഷനിൽ എക്സിന് പകരം 3 എന്നും കൊടുക്കുക, വൈക്ക് പകരം 6 എന്നും കൊടുക്കുക. അപ്പോൾ 3 + 6 - 4 ബൈ റൂട്ട് ഓഫ് 1² + 1². അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/√2 എന്ന് കിട്ടും. ഇതാണ് 3, 6 എന്ന ലൈനിലേക്കുള്ള ദൂരം. ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ സ്ട്രൈറ്റ് ലൈൻ മനസ്സിലായാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഈ 2 ലൈനുകൾ തമ്മിലുള്ള ദൂരം കാണാനാണ് ചോദിച്ചത്. ഇവിടെ അതിന് ഈ കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ലൈനുകൾ തമ്മിലുള്ള ദൂരം കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇവിടെ ലൈനുകൾ പാരലലാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും എന്നറിയോ, പാരലൽ ആയിരിക്കും. പാരലൽ ആണെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് 0 ആയിരിക്കും. അതുകൊണ്ട് പാരലൽ ആണെങ്കിൽ ഡിസ്റ്റൻസ് കാണാൻ ചോദിക്കൂ എന്നതുകൊണ്ട് പാരലൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താ, ഈ രണ്ട് എക്സും വൈ ഉള്ള ഭാഗം ഒരേപോലെ എഴുതണം. ഇവിടെ ഒരേപോലെയാണ്, അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല, നേരിട്ട് ആൻസർ ചെയ്താൽ മതി. ഇവിടെ ഡിഫറൻ്റ് ആണെങ്കിൽ ഒരേപോലെ എഴുതണം. അത് നമ്മൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, കോൺസ്റ്റന്റ് ഒന്ന് വലത്ത് ഭാഗത്തും ഒന്ന് ഇടത് ഭാഗത്തൊക്കെ ആണെങ്കിൽ രണ്ടും ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 2 വലത് ഭാഗത്തേക്ക് കൊണ്ടുപോയാലും മതി. എല്ലാം കൂടെ ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, 2 ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താ, യെസ് c - d ഡിവൈഡ് ബൈ മോഡ് c - d ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a² + b². മോഡ് കൊടുത്തത് എന്തിനാന്ന് മനസ്സിലായല്ലോ, പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ആരവിടെ c -4, ആരാ d -6. -4 - -6 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1² + 1² എന്ന് വരും. -4 + 6 2/√2 എന്ന് വരും. 2/√2 ആരാ 2/√2 √2. ഡിസ്റ്റൻസ് കണ്ടല്ലോ, ഡിസ്റ്റൻസ് മനസ്സിലായല്ലോ. നല്ലോണം ശ്രദ്ധിക്കണം, പ്ലസും മൈനസൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഫുൾ മാർക്ക് നഷ്ടപ്പെടും. അപ്പം ബിയുടെ ആൻസറും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ശ്രദ്ധിക്കുക, അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. 3, 6 എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. ഇവിടെ നിന്നുള്ള ദൂരമാണ് നമ്മൾ ആദ്യം കണ്ടത്. ഓക്കെ, ഈ ദൂരമാണ് നമുക്ക് നേരത്തെ കിട്ടിയ 5/√2. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ലൈൻ ആരാ, x + y - 6 = 0 ആണിത്. ഓക്കെ, x + y - 6 = 0. ഇവ നമ്മുടെ ദൂരമാണ് നമ്മൾ രണ്ടാമത് കണ്ടത്, √2 എന്ന് കിട്ടി. കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായല്ലോ. ശരി, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 2 പോയിന്റ് തന്നിട്ടുണ്ട്, എന്നിട്ട് സ്ലോപ്പ് എന്താണ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, 2 പോയിന്റ് തന്നിട്ട് സ്ലോപ്പ് എന്താണെന്ന്. സ്ലോപ്പ് ഓഫ് ലൈൻ AB. എന്താ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല, പോയിന്റ് തന്നാൽ y2 - y1 / x2 - x1. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. y2 - y1 / x2 - x1. 5 - 1 / -1 - 3 അല്ലേ. അപ്പോൾ എന്താ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക, 4/-4 = -1. AB-യുടെ സ്ലോപ്പ് -1 ആണെന്ന് മനസ്സിലായി. അടുത്ത ചോദ്യം, ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ലൈൻ പെർപെൻഡിക്കുലർ ടു AB. AB-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ സ്ലോപ്പ് എന്താ പെർപെൻഡിക്കുലർ ലൈൻ്റെ സ്ലോപ്പിന്റെ പ്രത്യേകത, നെഗറ്റീവ് റെസിപ്രോക്കൽ. -1ന്റെ റെസിപ്രോക്കൽ -1 തന്നെയാണ്. അപ്പം അതിന്റെ നെഗറ്റീവോ 1 അല്ലേ. നെഗറ്റീവ് 1/-1, നെഗറ്റീവ് റെസിപ്രോക്കൽ = 1. അപ്പോൾ ഈ AB എന്നുള്ള ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എല്ലാ ലൈനുകളുടെയും സ്ലോപ്പ് ആരാ, 1. അടുത്ത ചോദ്യം നോക്കൂ, ക്വസ്റ്റ്യൻ C. എന്താ അവിടെ തന്നിരിക്കുന്ന കാര്യം, x - ky + c = 0 എന്നുള്ള ലൈന് AB-ക്ക് പെർപെൻഡിക്കുലർ ആണ്. അതാണ് തന്ന ആദ്യത്തെ കാര്യം. ഈ ലൈന് AB-ക്ക് പെർപെൻഡിക്കുലർ ആണ്. AB-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ സ്ലോപ്പ് എന്താണെന്ന് അവിടെ കിട്ടിയത്, 1. അനുബന്ധമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാവും. ഓക്കെ, അപ്പം AB-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എല്ലാ ലൈനുകളുടെയും സ്ലോപ്പ് 1 ആണ്. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് ആരാണ്, 1 ആണ്. ഇനി ഈ ലൈൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഒരു മാർഗ്ഗം നമ്മൾ പഠിച്ചല്ലോ, -a/b പഠിച്ചില്ലേ. അതിവിടെ കൊടുത്താൽ -1/k എന്ന് വരും. അതാണ് 1. അത് 1/k 1 ആണെന്ന് കിട്ടി. k = എന്ത് കിട്ടി, 1 ആണെന്ന് കിട്ടി. 1/k = 1, ദാറ്റ് ഈസ് k = 1. അപ്പോൾ ഇവിടെ k ക്ക് 1 കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് x - y + c = 0 എന്നായി. ആദ്യം ഞാൻ k കണ്ടുപിടിച്ചു. ഇനി എന്താ വേണ്ടത്, ഈ ലൈന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. x - ky + c = 0ക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്, 5, 6 പാസ് ചെയ്യുന്നു. ഒരു ലൈൻ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പോയിന്റ് അതിനകത്ത് കൊടുത്താൽ ശരി കിട്ടുമെന്നാണ്. ആ പോയിന്റ് അതിലെ എക്സിനും വൈക്കും പകരം കൊടുത്താൽ ഇക്വേഷൻ കറക്റ്റ് ആവും, ശരി കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ ഈ 5ഉം 6ഉം ഇവിടെ കൊടുക്കുന്നു. 5 - 6 + c = 0 എന്ന് കിട്ടി. ഓക്കെ, 5, 6 പാസ് ചെയ്യുന്നത് കൊണ്ട് 5 - 6 + c = 0 എന്ന് കിട്ടി. അപ്പോൾ c - 1 അല്ലെങ്കിൽ -1 + c = 0. സിയുടെ വാല്യൂ എന്ത് കിട്ടി, 1 ആണെന്ന് കിട്ടി. അപ്പോൾ കെയുടെയും സിയുടെയും വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. കെയുടെ വാല്യൂ 1 ആണ്, സിയുടെ വാല്യൂ 1 എന്ന് മനസ്സിലായി. ഇനി ഇതിന്റെ ഫിഗർ ഒക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ശ്രദ്ധിക്കൂ, ആദ്യം 2 പോയിന്റുകൾ തന്നിട്ടുണ്ട് അല്ലേ.
ഇതാണ് 2 പോയിന്റുകൾ. ഈ 2 പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനാണ് എ ബി. അതിന്റെ സ്ലോപ്പ് എന്താണെന്ന് കിട്ടി? -1. അതുകൊണ്ട് നമ്മുടെ നേരത്തെ കണ്ട ലൈനിന്, നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈനിന് പാരലൽ ഉറപ്പാണ്. കാരണം അതിന്റെ സ്ലോപ്പ് -1 ആയിരുന്നല്ലോ. ശരി, ഈ പോയിന്റ്സ് എവിടെ കിടക്കുന്നത് നോക്കൂ. നേരത്തെ അതേ ലൈനിലാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്ത് കിട്ടിയത്? -1 കിട്ടിയത്. മനസ്സിലായല്ലോ? ശരി, ഇനി അടുത്തത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻഫിനിറ്റിലി മെനി ലൈൻസ് ഉണ്ടാവും. അതിന്റെ ഒക്കെ സ്ലോപ്പ് ആരാ? 1. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 5, 6 പോയിന്റ് പാസ് ചെയ്യുന്നത്. ഓക്കെ, 5, 6 ഈ ലൈന് പാസ് ചെയ്യുന്നത്. പിന്നെ ഈ 5, 6 പാസ് ചെയ്യുന്നത് മാത്രമല്ല, ഇതിന് പെർപെൻഡിക്കുലർ. അപ്പൊ ലൈൻ ഇങ്ങനെ ഉണ്ടാവാം. ഇതിൽ പാസ് ചെയ്യുന്നു, ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഈ ലൈൻ്റെ ഇക്വേഷൻ അപ്പം നമ്മൾ കണ്ടുവച്ചത് എന്താ കിട്ടിയത്? x - y + 1 = 0. എന്തൊക്കെ മാറ്റം വന്നു എന്ന് നോക്കൂ. എന്തൊക്കെ മാറ്റം വന്നത്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയില്ലേ? 1 മാറ്റി, നടുവിലെ ചിഹ്നം മാറ്റി, മൈനസ് കോൺസ്റ്റന്റ് ടൈം മാറ്റി. നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതിന്റെ പ്രോബ്ലംസ് ആണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. ശരി, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ്. ശ്രദ്ധിക്കും, 3 പോയിന്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം എ ബിയുടെ സ്ലോപ്പ് എന്താന്ന് നേരത്തെ നമ്മൾ ചെയ്തതല്ലേ, അതുകൊണ്ട് അതുപോലെ ഞാൻ എഴുതി. അടുത്ത ചോദ്യം നോക്കൂ. എക്സ് കണ്ടുപിടിക്കുക. എയും ബിയും സിയും കൊളീനിയർ ആണെങ്കിൽ, ഈ 3 പോയിന്റ് ഒരേ ലൈനിലാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കുക. ഒരേ ലൈനിലാണെങ്കിൽ എന്താ സംഭവിക്കാറ്? എ ബിന്റെ സ്ലോപ്പും ബി സിന്റെ സ്ലോപ്പും എന്താവും? ഈക്വൽ ആവും. എ ബിയുടെ സ്ലോപ്പ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ബി സിയുടെ സ്ലോപ്പ് ഒന്ന് കണ്ടു നോക്കാം. 9 - 5/x - -1. ഒരു തവണ ഫോർമുല എഴുതിയാൽ മതി, പിന്നെ ഫോർമുല എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 9 - 5/x + 1 എന്ന് വന്നു. അതായത് 4/x + 1. അതാണ് ബി സിയുടെ സ്ലോപ്പ് കിട്ടിയിരിക്കുന്നത്. ബി സിയുടെ സ്ലോപ്പും എ ബിയുടെ സ്ലോപ്പും ഈക്വൽ ആണ്, കൊളീനിയർ ആയതുകൊണ്ട്. കൊളീനിയർ ആയുള്ള കണ്ടീഷൻ അതാ. എ ബിന്റെ സ്ലോപ്പും ബി സിന്റെ സ്ലോപ്പും ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4/x + 1 = -1 എന്ന് കിട്ടും. ഇവിടെ -1 ആണ്. അപ്പോൾ x + 1 = -4, x = -5. അപ്പോൾ ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ എക്സ് ആരായിരിക്കണം? -5 ആയിരിക്കണം. -5 9 ആകുമ്പോഴാണ് ഈ എ ബി എന്നുള്ള ലൈനിൽ ഈ പോയിന്റ് കിടക്കുക എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും ആൻസർ മനസ്സിലായല്ലോ. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇതേ കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഈ 3 പോയിന്റ് കൊളീനിയർ ആണെങ്കിൽ ഈ ഒരു കാര്യം തെളിയിക്കുക. കൊളീനിയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? എ ബിന്റെ സ്ലോപ്പും ബി സിന്റെ സ്ലോപ്പും ഈക്വൽ ആവും. ഇതേപോലെ നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുലയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഒരു കോൺസ്റ്റന്റ് ഒക്കെ റൈറ്റിൽ വരും, അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ഉൾക്കൊള്ളിച്ചതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുക. റിസൾട്ട് ഉള്ളതുകൊണ്ട് അവസാനത്തെ ആൻസർ തന്നെ എഴുതണമെന്ന് മനസ്സിലായല്ലോ. ബാക്കി ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ചെയ്താൽ എന്തായാലും ഒരുവിധ മാർക്കൊക്കെ എന്തായാലും ഇനി കിട്ടും. ഓക്കെ, ശരി, നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. നോക്കൂ, ഇതാണ് നമ്മുടെ ലൈൻ x + y - 4 = 0. ഇതാണ് 3, 1. ഇതാണ് -1, 5. കണ്ട, ഈ 2 പോയിന്റ് എ ബി. ഈ എ ബി എന്നുള്ള ലൈനിൽ മറ്റൊരു പോയിന്റ് ആണ് ആര്? -5, 9. എക്സ് എന്താകുമ്പോഴാ പിന്നെ കൊളീനിയർ ആവാന്നല്ലേ ചോദിച്ച്? -5 ആകുമ്പോൾ ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ -5 വരും, ഇതാ 9 വരും. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ശരി, 6ാമത്തെ ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. 2 ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? tan θ = mod m2 - m1/1 + m1m2 ആണ് അല്ലേ? അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ അറിയേണ്ടത് സ്ലോപ്പുകൾ മാത്രം. 2 ലൈനുകളുടെയും സ്ലോപ്പുകളാണ് അറിയേണ്ടത്. അപ്പോൾ സ്ലോപ്പ് അറിയണമെങ്കിൽ -a/b എന്നുള്ള ഫോർമുല എഴുതണമല്ലോ പ്രസന്റിൽ. അപ്പോൾ a/b എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ y ആദ്യം x പിന്നെയാണ്. നമുക്ക് ആദ്യം എക്സും പിന്നെ y ഉള്ള രൂപത്തിലേക്ക് എഴുതണം. അപ്പോൾ ആദ്യം എക്സ് എഴുതുമ്പോൾ എക്സിനെ പോസിറ്റീവ് ആക്കി എഴുതലാണല്ലോ ഭംഗി. അതുകൊണ്ട് ഞാൻ ഇക്വേഷനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? √3x - y + 5 = 0 എന്നാണ് ഒന്നാമത്തെ ലൈന് വരിക. ഓക്കെ, ഇതിനെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആദ്യം എക്സും പിന്നെ y എഴുതി, ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്ന് ചുരുക്കാം. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ എക്സിന് ആദ്യം എഴുതി. അപ്പോൾ ഇവിടെ എക്സിന് ആദ്യം എഴുതിയിട്ട് പോസിറ്റീവ് ആക്കി. അപ്പോൾ x - √3y - 6 = 0 എന്ന് വരും. ഇതാണ് രണ്ടാമത്തത്. എന്തിനാ അങ്ങനെ ചെയ്തത്? x + by + c = 0 എന്നുള്ള ഫോർമുല ആക്കാൻ വേണ്ടി. എന്തിനാ അങ്ങനെ? നല്ലല്ലേ സ്ലോപ്പ് -a/b എന്ന് എഴുതാൻ പറ്റുള്ളൂ. 2 ലൈനിന്റെ സ്ലോപ്പ് കണ്ടു, -a/b കണ്ടു ഞാൻ, -√3 - -1. അപ്പോൾ √3 കിട്ടി. രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പും അതുപോലെ കണ്ടപ്പോൾ 1/√3 കിട്ടി. വിശദീകരിക്കുന്നില്ല. ഓക്കെ, ഇനി ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല tan θ = mod m2 - m1/1 + m1m2 ആണല്ലോ. ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ആകെ എന്തേ അറിയേണ്ടതുള്ളൂ? സ്ലോപ്പുകൾ മാത്രം. ആ സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തു. ഓക്കെ, 1/√3 ഒന്ന് റീപ്ലേസ് ചെയ്തു. ഇവിടെ നിങ്ങൾ 1/√3 - √3 തന്നെ എഴുതണം നിർബന്ധമല്ലേ? √3 - 1/√3 എഴുതിയാലും മതി. പക്ഷേ ഈ എഴുതിയ ഓർഡറിൽ ഞാനങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. കാരണം മോഡ് എടുക്കുന്ന സമയത്ത് m2 - m1 എന്നോ m1 - m2 എന്നൊക്കെ എഴുതാം. നിങ്ങളുടെ സൗകര്യം പോലെ എഴുതാം. √3 - 1/√3 എഴുതിയാൽ നെഗറ്റീവ് ഉണ്ടാവില്ല. ഇവിടെ നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് മോഡ് കൊടുത്ത് പോസിറ്റീവ് ആക്കണം മാത്രം. ഓക്കെ, √3 ക്യാൻസൽ ചെയ്ത് അപ്പോൾ താഴെ 2 എന്ന് വന്നു. ഇവിടെ 1 - 3/√3 എന്ന് വന്നു. ഓക്കെ, ഇനി ഇത് -2 -2/√3 2/1 ആണ്. ഇൻറ്റു 1/2 എന്നായി. 2 ക്യാൻസൽ ചെയ്തു. -1/√3 മോഡ് 1/√3. tan θ 1/√3 ആണ്. അപ്പോൾ തീറ്റ ആരാ? π/6. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ ഇതാ.
ലൈനൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഇനി ഒരേ ലൈൻ വെച്ച് ചെയ്തു എന്ന് പറയണ്ട എന്ന് കരുതിയിട്ട്. ഓക്കെ, ഒരു ലൈൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒറിജിനുള്ള ദൂരം എന്താണെന്നാണ് ചോദിച്ചത്. ഒറിജിനുള്ള ദൂരം കാണാനുള്ള ഫോർമുല എന്താ? ഒറിജിനുള്ള ദൂരം കാണാൻ 2 ഫോർമുല പഠിച്ചിട്ടുണ്ട്, 2 സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് c/√(a²+b² തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ c പോസിറ്റീവ് ആണല്ലോ, ഇവിടെ മൈനസ് ആണെങ്കിലോ? മൈനസ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാം. ഓക്കെ, മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എന്താക്കുക? പോസിറ്റീവ് ആക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല c/√(a²+b². സംഭവം മനസ്സിലായല്ലോ? സിംപ്ലിഫൈ ചെയ്യാം. 5/√ ചെയ്യുമ്പോൾ 5/√25 = 1 കിട്ടും. അടുത്ത XY ഇന്റർസെപ്റ്റ് മറന്നു പോയ. XY ഇന്റർസെപ്റ്റ് എന്താ? X ഇന്റർസെപ്റ്റ് -c/a. സിംപ്ലിഫൈ ചെയ്യുന്നു, ആൻസർ കിട്ടി. Y ഇന്റർസെപ്റ്റ് -c/b. ഓക്കെ, നേരത്തെ ചെയ്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനത്തെ ചോദ്യം ഡിസ്റ്റൻസ്. ഇതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ചോദ്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കൂ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. 2 ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ 2 ലൈനും ഈ ലൈനും തമ്മിലുള്ള ദൂരം. ഒരു കാര്യം ഉറപ്പാണ്, 2 ലൈനും എന്താണ്? പാരലലാണ്. പാരലൽ അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചോദിക്കൂല? ഡിസ്റ്റൻസ് ചോദിക്കൂല. പക്ഷേ ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്. ഇത് ഈക്വൽ ആക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. 3, 6 ഈ 2 നമ്പർ ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നുകിൽ ഈ 6നെ 3 ആക്കാം, ഓക്കെ, 8നെ 4 ആക്കാം. അതിനെന്ത് ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 7/2 എന്ന് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഒരു മാർഗ്ഗം. ഈ 7/2 വരുമ്പോൾ കാൽക്കുലേഷന് ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. 3നെ 3 ആക്കുന്ന പോലെ 3 എന്താക്കിയാലും മതി, 6 ആക്കിയാലും മതി. അന്നേരം ഫ്രാക്ഷൻ വരില്ലല്ലോ. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഞാൻ. ഓക്കെ, ഇതിന് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x - 8y + 10 = 0. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, +10 = 0. അതാണ് ഒന്നാമത്തെ ലൈൻ. ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ലൈനിലൊരു വ്യത്യാസം വരില്ല, ഇക്വേഷൻ അല്ലേ. ശരി, ഇനി രണ്ടാമത്തെ ലൈൻ അതുപോലെ എഴുതി. ഇപ്പൊ നോക്കൂ നിങ്ങൾ, എക്സിന്റെ കോയിഫിഷ്യന്റ് ഈക്വൽ ആണ്, വൈയുടെ കോയിഫിഷ്യന്റ് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ആ ഫോർമുല ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? മോഡ് c - d /√(a²+b². 10 - 7 /√(c² + 6² + -8² = 3/√100 = 3/10. കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യണം. അശ്രദ്ധ ഒരിക്കലും പരീക്ഷകൾക്ക് ഉണ്ടാകാൻ പാടില്ല. നോക്കൂ, നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ്റെ ജനറൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ജനറൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചു. പരമാവധി ലളിതമാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ക്ലാസ് കേൾക്കുക. എന്നിട്ട് +1 നിങ്ങൾ പഠിപ്പിച്ച നോട്ട്ബുക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങളെ ഉണ്ടാവും. എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ നമുക്കിവിടെ പറ്റില്ല, പക്ഷെ ഇതിൽ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങളെ ഉണ്ടാവും. ഇനി ഇതിന് ഒരു പാർട്ട് കൂടി ഉണ്ട്, പാർട്ട് 2. അതിൽ നമ്മൾ ഇക്വേഷനാണ് ഡിസ്കസ് ചെയ്യുക. ലൈൻ്റെ എല്ലാ ഇക്വേഷനും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യും. ക്ലാസ്സുകളൊക്കെ ഫലവത്തായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രം. അത് അങ്ങനെ നന്നായിട്ട് ഉപയോഗിച്ച് നല്ല മാർക്കും മുഴുവൻ മാർക്കും എക്സാമിന് വാങ്ങണം എന്ന് മാത്രം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.